ഹായ്, ഐ എം ജയശ്രീ. വെൽക്കം ടു ദേവദത്തം ടൈംസ്. നമ്മുടെ ഗുജറാത്ത് യാത്രയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. 2 ദിവസം കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇതൊരു പ്രധാനപ്പെട്ട വളരെ ആവേശകരമായൊരു യാത്രയാണ് ഈ 2 ദിവസത്തത്. ഞങ്ങൾ ജുനഗഡിൽ ഇന്ന് വൈകുന്നേരം റൂമിലെത്തിയിട്ട് അന്ന് രാത്രി തന്നെ അടുത്ത യാത്ര പുറപ്പെട്ടത് ഭുജിലേക്കാണ്. ഭുജ് നമുക്കറിയാമല്ലോ, നമ്മളെ എല്ലാ ഓർമ്മയിൽ നടുക്കങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്, ഭൂകമ്പത്തിൻ്റെ സ്ഥലം. 2001 ഭൂകമ്പമുണ്ടായ ഒരു സ്ഥലമാണ് ഈ ഭുജ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവിടെ കാണുമ്പോൾ അതിൻ്റേതായ ഒരു കഷ്ടം നമുക്ക് ഭൂമിയുടെ 2 സൈഡിലും, നമ്മളെ റോഡിൻ്റെ 2 സൈഡിലും ഭൂമിയിൽ കാണാം. ഈ ജുനഗഡിൽ നിന്ന് രാത്രി ഒരു 10-10:30 നമ്മൾ GSRTC കയറിയിട്ട് പിറ്റേ ദിവസം ഭുജിലെത്തി. രാവിലെ ഒരു 5-6 മണിയായപ്പോൾ ഭുജിലെത്തി. ഭുജിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട്, ഹോട്ടലിൽ നിന്ന് കഴിച്ച് ഞങ്ങൾ ഇതുപോലെ കാറ് ഏർപ്പാടാക്കിയിരുന്നു. കാരണം നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പോകണമെങ്കിൽ അവിടെ അതേ പറ്റുള്ളൂ. നേരത്തെ തന്നെ കുറച്ച് എക്സ്പെൻസീവാണ് ആ യാത്ര. പക്ഷേ എക്സ്പെൻസീവാണെന്ന് പറഞ്ഞുകൂടാ, കാരണം അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് നല്ല അനുഭവങ്ങളാണ് അവിടെ ഉണ്ടായത്. അത്രയ്ക്കും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല, ഇന്ത്യയിലെ അത്രയും നല്ല രസകരമായൊരു യാത്രാനുഭവം നമുക്ക് ഉണ്ടാവുന്നു. അത്ര രസകരമായിരുന്നു. ഭുജിൽ നമ്മൾ കുറച്ച് ദൂരം യാത്ര ചെയ്യണം. നമ്മൾ ആദ്യം പോയത് റോഡ് ടു ഹെവൻ. അതൊരു സ്വർഗം തന്നെയാണ് കേട്ടോ. ആ ഒരു മനോഹരമായ കാഴ്ച കണ്ണിൽ നിന്ന് ഇങ്ങനെ മായേയില്ല നമ്മുടെ ജീവിതത്തിൽ. അത്ര രസകരമായൊരു കാഴ്ചയായിരുന്നു. ഒരു റോഡ് ടു ഹെവൻ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഗുജറാത്തിൻ്റെ ആ സിംഹത്തിൻ്റെ വായ് പോലെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്തുനിന്ന് ഒരു റോഡ് ഉണ്ടാക്കിയേക്കുന്നതാണ്. 2 സൈഡിലും കടലിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നു പണ്ട്. ഇപ്പോൾ ഒരു തടാകം മാതിരി തോന്നുന്നത് നമുക്ക്. അതിൽ കൂടി ഒരു 30-35 കിലോമീറ്റർ നമ്മൾ 2 സൈഡിലും വെള്ളം, അതിൻ്റെ നടുവിൽ കൂടി റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് വണ്ടിക്ക് പോകാൻ ഓക്കെയാണ്. പക്ഷേ വീണ്ടും വീതിയൊക്കെ കൂട്ടിയാൽ 2 വണ്ടികൾ, വലിയ വണ്ടികളൊക്കെ വരുമ്പോൾ പോകാൻ പറ്റില്ല. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള രസകരമായ കാഴ്ച എന്ന് പറയുന്നത്, ഈ 2 സൈഡിലും ഞാൻ പറഞ്ഞില്ലേ, ലേക്ക് പോലെ അല്ലെങ്കിൽ കടലിൻ്റെ ഭാഗമായിരുന്നു പണ്ട് എന്ന് പറയപ്പെടുന്നത്. ഇത് പോകുന്ന വഴിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഡ്രൈ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് ഞാൻ ഒരു ചെടിയും കൃഷിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ വിചാരിച്ച ഇത്ര ഏരിയ ഉണ്ടായിട്ടും ഈ 2 സൈഡും ഇങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കണേ, ഇവർക്ക് കൃഷി ചെയ്തൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചൂടെ? ഇവർ ബാക്കിയെല്ലായിടത്തും കൃഷിയാണല്ലോ. അപ്പോൾ നോക്കുമ്പോൾ പിന്നെ ഞാൻ വരുമ്പോഴത്തേക്കും ഈ വെള്ളവും കണ്ടു. ഈ വെള്ളത്തിൽ നിന്ന് എടുത്താൽ പോരെയെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ഈ സൈഡിലൊക്കെ നല്ല വെള്ള കളറ്, നല്ല തൂവെള്ള. ഈ തീരത്തിൻ്റെ, നമ്മുടെ റോഡിൻ്റെ തൊട്ട് 2 സൈഡിലും വെള്ള കളറ്. അപ്പം നമുക്ക് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്താ വെച്ചാൽ, അത് ഉപ്പ് ഫോം ചെയ്തിരിക്കുന്ന ഉപ്പിൻ്റെ സമതലമായി. അത് ഇപ്പോൾ ആ സൈഡിൽ തീരങ്ങളിലും അതുപോലെ കുറേ ഏരിയയിലും ഫുള്ള് നമ്മൾ അതിനകത്ത് ഇങ്ങനെ നടക്കാം. അത്രയും സ്ട്രോങ് ആയിട്ട് ഉപ്പ് കല്ലുകളുണ്ട്. ഉപ്പിൻ്റെ വലിയ വലിയ കട്ടകൾ കാണാം നമുക്ക്. ഈ വെള്ളത്തിൻ്റെ നടുവിലും കാണാം ഉപ്പിൻ്റെ കട്ടകൾ. അപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് അവിടെ കൃഷിക്ക് ഇവർ ശ്രമിക്കാത്തതെന്ന്. കാരണം ഫുൾ ഉപ്പായി. ഉപ്പ് എങ്ങനെ വന്നു, എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് ചിലർ പറയുന്നു. അത് ആ ഒരു ഏരിയയിലായതുകൊണ്ട്, അതിന് ശേഷമാണ് ഇങ്ങനെ ആയതെന്നും പറയുന്നുണ്ട്. അതിനൊക്കെ വാസ്തവം എന്താണെന്ന് നമുക്കറിയില്ല കേട്ടോ. അത് നമുക്ക് ഒരേപോലത്തെ കാഴ്ചയാണെങ്കിൽ പോലും ഈ വെള്ളപ്പാടങ്ങളും അതിനപ്പുറം കാണുന്ന വെള്ളം, ആ വെള്ളം നമുക്ക് വളരെ കുറച്ച് മാത്രമേ നമുക്ക് വെള്ളമാണെന്ന് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും ഈ ഉപ്പിൻ്റെ ഇതിങ്ങനെ കിടക്കുന്നുണ്ടാവും. നമുക്കൊരു പ്രകൃതിയുടെ അത്ഭുതമായിട്ട് തോന്നുന്ന ഒരു കാഴ്ചയാണത്. അത് ആ 30-35 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്ന സ്ഥലം എന്ന് പറയണത് ഒരു പണ്ടത്തെ ഹാരപ്പ സംസ്കാരം ഉള്ള ഒരു സ്ഥലമാണ് നമ്മൾ ചെല്ലുന്നത്. ധോലാവേര, അതാണ് അതിൻ്റെ പേര്. സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. എനിക്ക് പേരൊക്കെ ഇങ്ങനെ കിട്ടാൻ കുറച്ച് പാടാണ്. ധോലാവേര. അവിടെ നമ്മൾ കുറച്ച് സമയമേ ചിലവാക്കിയുള്ളൂ. കാരണം അത്ര സമയമുള്ളൂ. ഇനി നമുക്ക് കുറേ സംഭവങ്ങൾ കാണാൻ കിടക്കുന്നു. അപ്പോൾ ചില സ്ഥലത്ത് നമ്മൾക്ക് ടൈമിംഗ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ അവിടെ കയറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചിട്ടാണ് യാത്രയൊക്കെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളെ ഈ കൂടെ വന്ന വണ്ടി ഓടിക്കുന്ന ആളും വളരെ നല്ലൊരാളായിരുന്നു. ആളെല്ലാം കുറേ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരും. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കും. അങ്ങനെ ഒരിടത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു ഗുജറാത്തി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഡാൻസൊക്കെ കളിച്ചു. ഈ ധോലാവേരയിലുള്ള സാധനം വെച്ചാൽ ഹാരപ്പ സംസ്കാരം, പഴയ, അത് ശരിക്കും നമ്മൾ എന്താണോ ചരിത്രത്തിൽ പഠിച്ചേക്കുന്നത് അതേപോലെ തന്നെ ആ പിക്ചർ നമ്മൾ അവിടെ കാണാം.
അവിടെ ഒരു മ്യൂസിയം ഉണ്ട് ഇത് കാണിക്കുന്ന ഇതിൻ്റെ ഒരു സിവിലൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ കാര്യങ്ങൾ. കാരണം കല്ലുകൾ അങ്ങനെ ആ ഫോർമേഷനൊക്കെ അതിനകത്തൊരു മ്യൂസിയത്തിൽ കാണിക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് നടന്നു പോകണം, നല്ല വെയിലായിട്ടുണ്ട് അപ്പോഴത്തേക്കും. എന്നാലും കുടയും പിടിച്ച് തൊപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ നടന്നു രണ്ടാളും കൂടി. സമയം കുറച്ചുള്ളതുകൊണ്ട് നല്ല സ്പീഡിൽ നടന്ന് അത് ആ ഒരു ഏരിയ കുറച്ച് കണ്ടു. അതിനകത്ത് കുളം, അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് അവിടെ വലിയ കുളങ്ങളുണ്ടായിരുന്നു. ആ കുളത്തിൽ ഇപ്പോൾ ഒട്ടും വെള്ളമില്ല കേട്ടോ. രണ്ടോ മൂന്നോ കുളങ്ങളെ ഞങ്ങൾ 4-5 കുളങ്ങൾ കണ്ടു. എല്ലായിടവും നമ്മളിങ്ങനെ കല്ലൊക്കെ കെട്ടി നല്ല വൃത്തിയിൽ പടവൊക്കെയുള്ള നല്ല ആഴത്തിലുള്ള കുളങ്ങളാണ്. കുളം എന്ന് ഇപ്പോൾ കുളത്തിൽ വെള്ളമില്ല, ആ ഒരു അത്രയും ഏരിയ, പക്ഷെ ഒരു തുള്ളി വെള്ളമില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഭൂകമ്പത്തിൻ്റെ ഭാഗമായിട്ടാണോ ഇങ്ങനെയായെന്നും അറിയില്ല. പക്ഷെ അത് ആ ഒരു ചരിത്രത്തിൻ്റെ ഹരപ്പ സിവിലൈസേഷൻ്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ എന്ന് അവർ പറഞ്ഞു. അത് വേഗം കണ്ടുവന്നു കേട്ടോ. ഒരു 1-1.5 മണിക്കൂറേ ചിലവാക്കിയിട്ടുള്ളൂ അവിടെ, അത്ര സമയമേ ഉള്ളൂ. തിരിച്ചു വരണ വഴി ഞങ്ങൾ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ആ ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഇപ്പോഴൊന്നും കിട്ടില്ല എന്ന് അവർ പറഞ്ഞു. കാരണം ഈ പറയുന്ന നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഒട്ടും ഒരു വെള്ളം കിട്ടുകയോ ഭക്ഷണം കിട്ടുകയോ ഒന്നും ചെയ്യില്ല. അതെല്ലാം നമ്മളെ കയ്യിൽ കരുതിയിരിക്കണം. അത്രയും ദൂരത്തേക്ക് ഒന്നുമില്ല, കടകളൊന്നുമില്ല. അവിടുന്ന് ഞങ്ങൾ പിന്നെ പോയത് അത് ഈ തിരിച്ചു വന്ന് ഈ റോഡ് ടു ഹെവൻ ഫുൾ കവർ ചെയ്ത് തിരിച്ച് അപ്പുറത്ത് ചെന്നു. അപ്പുറത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക്, വേറൊരു ഡയറക്ഷനിലേക്കാണ് അടുത്ത യാത്ര പോയത്. കാലോഡങ്ക അങ്ങനെ കച്ചിലാണ് ആ സ്ഥലം ഉള്ളത്. കച്ച് എന്ന് പറയുന്നത് ഇവർ പറയുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പാകിസ്ഥാൻ്റെ ബോർഡർ നമ്മൾ ഷെയർ ചെയ്യണ സ്ഥലമാണെന്നാണ് ഇവർ പറഞ്ഞത്. നമുക്കങ്ങനെ കാണാനൊന്നും പറ്റില്ല, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മലയുടെ അപ്പുറത്താണ് പാകിസ്ഥാൻ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പോണ വഴി ഒരു രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അത് കുറച്ച് റോഡ് അങ്ങ് കുറച്ച് ചെല്ലുമ്പോൾ കുറച്ച് ദൂരം പോകണം കേട്ടോ. ആ ഒരു റോഡിൻ്റെ ഒരു പകുതി ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഒരു മാഗ്നറ്റിക് പോയിന്റ് ഉണ്ട്. അതൊരു ഈ പറയുന്ന മാതിരി തന്നെ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെ എന്തോ ഒരു വ്യത്യാസത്തിൽ ഉണ്ടാവുന്ന ഒരു ചേഞ്ചാണ്. അവിടുത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഫ്രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ വണ്ടി ഓഫാക്കിയിട്ടാൽ വണ്ടി ബാക്കിലേക്ക് മൂവ് ചെയ്യും. താനെ വണ്ടി ബാക്കിലേക്ക് മൂവ് ചെയ്യും. ഓഫാക്കിയിട്ടാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ന്യൂട്രലിട്ടാൽ താനെ പോകുന്ന കാണാം. അത് ആ ഒരു 1/2 കിലോമീറ്റർ 500 മീറ്ററിലാണ് ഈ സംഭവം ഉള്ളത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാഗ്നറ്റിക് പോയിന്റ് എന്നുള്ള ബോർഡുണ്ട്. അത് ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നത് ഞങ്ങളത് ആ ഡ്രൈവർ അത് ട്രൈ ചെയ്തു. അപ്പോൾ തിരിച്ചു വന്നപ്പോഴും അതുപോലെ തന്നെ മുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ മുകളിലേക്ക് കയറുമ്പോൾ മുകളിലേക്ക് ഈ ഡ്രൈവർ അത് ഇങ്ങനെ ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യും. അത് നമുക്ക് എന്താണെന്ന് നമുക്ക് അത്ഭുതം തോന്നുന്ന ഒരു പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ്, ഭൂമിയുടെ ഒരു പ്രതിഭാസം എന്നൊക്കെ പറയാം. അതൊരു നല്ല അനുഭവമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഈ കാലോടങ്കൽ പോയപ്പോൾ എന്താന്ന് വെച്ചാൽ, അവിടെ ഒരു ഹയസ്റ്റ് പോയിന്റ് ഉണ്ട്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ പാകിസ്ഥാൻ്റെ ബോർഡർ ഷെയർ ചെയ്യുന്ന സ്ഥലം എന്ന്. ഒരു കാലോടങ്കർന്ന് പേര് വന്നത് എനിക്ക് തോന്നുന്നു കറുത്ത ഒരു ഏരിയ എന്ന് നമുക്ക് തോന്നും. കുന്നുകളും മരങ്ങളും എല്ലാം ഒരു ബ്ലാക്ക് ആയിട്ടാണ് തോന്നുക. പച്ചപ്പ് കുറവാണ് അവിടെ, എല്ലാം ഇങ്ങനെ കറുപ്പ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് ഒരു ഹയസ്റ്റ് പോയിന്റിൽ കയറി നിന്നാൽ നമുക്ക് അവിടെ മുഴുവൻ കാണാം. ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല ദൂരത്തിൽ കാണാം. ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ ഞാൻ അവിടെ നിന്ന് കയറി കേട്ടോ. എനിക്ക് കുറച്ച് പേടിയാണ്, എന്നാലും കയറി ഒരു എക്സ്പീരിയൻസിന് വേണ്ടി കുറച്ച് ദൂരം. ചെറിയ കുട്ടികളാണ് നമ്മളെ ആ ഒട്ടകത്തിനെ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത്. അത് തിരിച്ചു വന്ന് ഞങ്ങൾ പിന്നെ പോകുന്ന സ്ഥലം അവിടേക്കാണ് ഞങ്ങൾക്ക് പോകാൻ ഒരു വ്യഗ്രത ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എല്ലാ സ്ഥലത്തും ഓടി പോയി റൺ ഓഫ് കച്ച് അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. അവിടെ 4 മണിക്ക് ചെല്ലണം. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോസ് ചെയ്യും, ടിക്കറ്റ് ക്ലോസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ വേഗം പിന്നെ വീണ്ടും യാത്ര തുടർന്നു ബാക്ക് ടു റൺ ഓഫ് കച്ച്. അവിടെ ഉള്ള റൺ ഉത്സവം എന്ന് കേട്ടിട്ടുണ്ടാവും എല്ലാവരും എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ഇങ്ങനെ ടെൻറ്റ് കെട്ടി ഈ സീസണിലാണ് അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ടെൻറ്റ് കെട്ടി നമുക്ക് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ സിംഗിളായിട്ടോ ഒക്കെ അവിടെ താമസിക്കാം. രാത്രിയിലും അവിടെ തന്നെ താമസിക്കാം. അതിനൊരു അനുഭവം. കുറേ പ്രോഗ്രാംസ് നടക്കും. ആ ഏരിയ നല്ല രസമുള്ള സ്ഥലമാണ്, പക്ഷേ നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ഞങ്ങൾ അതിന് മുതിർന്നിട്ടില്ല. ഞങ്ങൾ പക്ഷേ അവിടെ കാണാൻ പോയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഈ ഒരു ഇപ്പം നേരത്തെ പറഞ്ഞ ഉപ്പ് സ്ഥലം ഉപ്പിൻ്റെ സമതലം എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ നോക്കത്താ ദൂരത്ത് ഉപ്പിൻ്റെ സമതലം. ഉപ്പാണ്
നമ്മുടെ മണ്ണിന് പകരം അവിടെ ഉപ്പാണ്, ഉപ്പിൽ ചവിട്ടിയിട്ടാണ് നമ്മൾ നടക്കുക. പക്ഷെ അത് മണ്ണ് പോലെ തന്നെ ആ ഒരു സമനിരപ്പിലാണ് പോകുന്നത് കേട്ടോ. അവിടേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നു പോകുന്ന ആൾക്കാരുണ്ട്, നല്ല രസമാണ് നടക്കാൻ. വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് അത്ര പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവിടെ കുതിരയും ഒട്ടകവും ത്തിൻ്റെയും വണ്ടികളുണ്ട് നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ. അതൊരു കുതിര വണ്ടി ഓടിക്കുക, അല്ലെങ്കിൽ ഒട്ടകം ത്തിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു പരന്നിട്ട് ഒരു കിടക്ക പോലെ കുറച്ച് സ്ഥലം, ഒരാൾക്ക് ഒരു വണ്ടിയിൽ ഏകദേശം ഒരു 10 പേർക്കോ 15 പേർക്കോ ഒക്കെ യാത്ര ചെയ്യാം. തിങ്ങിയിരുന്നാൽ 15 പേർക്ക് യാത്ര ചെയ്യാം. അപ്പം ഞങ്ങൾ അതിൽ നല്ല പാട്ടൊക്കെ വെച്ച് ഇങ്ങനെയാണ് പോവുക. അവർ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ കൊണ്ടുപോകാനായിട്ട്. അതൊരു രസകരമായ അനുഭവമാക്കാൻ വേണ്ടി ഞങ്ങൾ അതിനകത്ത് കയറിയിട്ടാണ് പോയത് അങ്ങോട്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തോരം ആക്ടിവിറ്റീസാണെന്നറിയോ, ഒരു രക്ഷയില്ല ആ ആക്ടിവിറ്റീസിന്. ആ ആക്ടിവിറ്റീസിലെ പ്രധാനം എനിക്ക് ഓർമ്മ വരുന്ന കാര്യം സ്കൂട്ടർ ഓടിക്കലാണ്. നമ്മൾ ഒരു സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു സ്കൂട്ടറല്ല. ഒരാൾ സ്കൂട്ടർ ഓടിക്കാൻ ഒരാളുണ്ടാവും. അതിൻ്റെ ബാക്കിൽ കുറച്ച് വലിയ പ്ലാറ്റ്ഫോം മാതിരി കുറച്ച് ഹൈറ്റിൽ ഒരു 3 ആൾക്ക് 2 ആൾക്കോ ബാക്കിൽ ഇരിക്കാം. 3 ആൾക്ക് കഷ്ടിച്ചിരിക്കാം. അവർ 3 ആളെയും കൊണ്ടുപോകുന്നുണ്ട്. 2 ആൾക്ക് ശരിക്കും സുഖമായിട്ടിരിക്കാം. അവരതിങ്ങനെ കുറേ ഈ പറഞ്ഞില്ലേ ഇങ്ങനെ നോക്കത്താ ദൂരത്ത് കിടക്കുകയെന്ന്, അതിലേക്ക് നമ്മളെങ്ങനെ കുറേ ദൂരം നമുക്ക് അറ്റം വരെ ഓടിച്ചു കൊണ്ടുപോകാം. നമുക്ക് നടന്നു പോവുക കുറച്ച് വിഷമാണത്. അത് നല്ലൊരു ഞങ്ങൾ കയറിയില്ല കേട്ടോ, നമുക്ക് പേടി, അതുകൊണ്ട് കയറിയില്ല. പിന്നെ ഒന്ന് കാണുന്നത് പാരച്യൂട്ടിൽ പോകുന്നത് കണ്ടു. കുറച്ച് പേരൊക്കെ ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യുന്നുണ്ട്. നടന്ന് കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ട്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗുജറാത്തി വേഷങ്ങൾ ഇട്ടിട്ട് ഫോട്ടോ എടുക്കൽ. അതിനകത്ത് വേറൊരു രസകരമായൊരു സംഭവം എന്താ വെച്ചാൽ, ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ. ആ സ്റ്റേജിൽ കുറേ ആൾക്കാരിരുന്ന് പാട്ട് പാടുന്നുണ്ട്. ആ പാട്ടുണ്ട്, ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്, ഗുജറാത്തി ഇൻസ്ട്രുമെൻറ്റ്സ് ഒരു 3-4 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. പാടാൻ 2 പേരുണ്ട്. അങ്ങനെ ഒരു 5-6 ആൾക്കാരിരുന്നിട്ട് സ്റ്റേജ് പെർഫോമൻസ് ആണ്. ബാക്കി ആ ഒരു സ്റ്റേജായിട്ട് കെട്ടിയിട്ടുണ്ട്, ഒരു പ്ലാറ്റ്ഫോം മാതിരി. അതിൻ്റെ താഴത്ത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇങ്ങനെ കുറേ പേരിരുന്ന് ഡാൻസ് ചെയ്യുന്നു. ആ ഡാൻസിൽ ഞാനും ഡാൻസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ പാട്ടിനൊപ്പം ഡാൻസ് ചെയ്യാനായിട്ട്. അത് സ്കൂളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കൊച്ചു കുട്ടികളുണ്ട്, അവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. കുറേ യൂത്ത് ഉണ്ട്, വയസ്സായ ആൾക്കാരുണ്ട്. എല്ലാവരും ആ താളത്തിനൊപ്പം ഇങ്ങനെ ചുവട് വെച്ച്, അവർക്ക് ഗുജറാത്തികളൊക്കെ ആ ഗുജറാത്തി ഡാൻസിൻ്റെ ഫോമിൽ അവർ ചെയ്യുന്നുണ്ട്. നമുക്ക് പിന്നെ അത്രയൊന്നും അറിയാത്തതുകൊണ്ട് ഇവർ ചെയ്യുന്ന കണ്ടുകൊണ്ട് നമ്മൾ അതേ താളത്തിൽ കയ്യും കാലൊക്കെ എടുത്ത് അത് നമുക്കതൊരു ഫീലാവും. ആ ഒരു അങ്ങനെയാണ് ഒരു നാടോടികൾ എന്ന് പറയില്ലേ, ആ നാടോടികളുടെ സ്റ്റൈലിലാണ് ആ പാട്ട് അവർ പാടുന്നത്. നമ്മുടെ ഇവിടെ പറയുന്ന പണ്ടത്തെ നമ്മുടെ സങ്കല്പത്തിലുള്ള നാടോടി പാട്ടുകളാണ് അവർ പാടുന്നത്. ആ പാട്ടിനൊപ്പം ആ താളത്തിന് ഒരേ താളം ത്തിലാണ് ഉള്ളത്. പക്ഷെ എങ്കിലും നല്ല രസകരമായിട്ട് നമുക്ക് ചുവട് വയ്ക്കാൻ പറ്റും. പിന്നെ അവിടെ കാണുന്ന അവസാനം നമ്മൾ സൂര്യാസ്തമയം, അതും നല്ല കാഴ്ചയാണ്. ഞാൻ നേരത്തെ സോമനാഥ് ടെമ്പിളിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നല്ല അസ്തമയം കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് ഫുൾ താഴുന്നത് ക്ലിയർ ആയിട്ട് കാണാം. ചക്രവാളം അങ്ങനെയാണ് ഇരിക്കുന്നത്. അത്രയും ഏരിയയിൽ ഇങ്ങനെ പരന്നു കിടക്കണോണ്ട് അതൊരു സൂപ്പർ സൂര്യാസ്തമയം. മാത്രമല്ല ഈ പറയുന്ന റൺ ഓഫ് കച്ച് എന്ന് പറയുന്ന സ്ഥലം എല്ലാവരും കാണണം. അത്രയ്ക്കും നല്ല കാഴ്ചയാണ്. നമുക്ക് വേറെ എവിടെയും അതങ്ങനത്തെ ഉപ്പുപാടങ്ങൾ നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും രസകരമായ കാഴ്ചയാണ്. നിങ്ങളത് പോവുകയാണെങ്കിൽ ആരും മിസ് ചെയ്യരുത്. ബൈ.